കർക്കിടക മാസമായാൽ 1-ാം തീയതി മുതൽ മലയാളികൾ വീടുകളിൽ അധ്യാത്മരാമായണം വായിക്കുക പതിവാണ്. എന്നാൽ എന്തുകൊണ്ടാണ് കർക്കിടക മാസം അധ്യാത്മരാമായണം വായിക്കുന്ന മാസമായി തീർന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ പുരാവൃത്തങ്ങളോ ചരിത്ര രേഖകളോ ഒന്നും ലഭ്യമല്ല. ഇപ്പോൾ പലതരത്തിലുള്ള ഊഹോപോഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹനുമാന്റെ സന്ധ്യാപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് രാമായണം വായിച്ചു തുടങ്ങിയത് എന്നൊരു കൂട്ടർ പറയുന്നുണ്ട്. വേറൊരു കൂട്ടർ പറയുന്നത് സൂര്യൻ ദക്ഷിണായനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഭൂമിയിൽ അനേകം വിഷമതകൾ നേരിടും. അതെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമായണം വായിക്കുന്നത് എന്നാണ്. പ്രമുഖ പത്രങ്ങളിലടക്കം ഇത്തരത്തിലൊരു വ്യാഖ്യാനം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ചില ഊഹോപോഹങ്ങളാണ് കർക്കിടക മാസം എന്തുകൊണ്ട് രാമായണ മാസമായി. പഞ്ഞമാസമായതുകൊണ്ട് ജനങ്ങളെല്ലാം പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണ്. അപ്പൊ പട്ടിണിയിൽ നിന്നുള്ളൊരു മോചനം അല്ലെങ്കിൽ ആ വിഷമതകൾ മറക്കുന്നതിന് വേണ്ടി രാമായണം വായിക്കുന്നു എന്ന് പറയുന്ന ചില ലേഖന പരാമർശങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ ധാരാളമായിട്ട് ലഭ്യമാണ്. ചാനലുകളിൽ നടക്കുന്ന രാമായണ മാസത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലോ ഒക്കെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതല്ലാതെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈന്ദവ ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എഴുതി വെച്ചതായി പറയപ്പെടുന്നതായ മാമൂൽ ഗ്രന്ഥങ്ങളോ അതല്ലെങ്കിൽ ഐതിഹ്യങ്ങളോ ഇവയിലൊന്നിലും ഈ കർക്കിടക മാസം പഞ്ഞമാസമായി തീർന്ന ഈ കർക്കിടക മാസം എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു എന്നതിനെക്കുറിച്ച് യുക്തിയുക്തമായ ഒരു രേഖ നമ്മുടെ മുൻപിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അങ്ങനെ രാമായണ മാസം തുടങ്ങി. ഇത് ഹൈന്ദവരുടെ ഒരു പാരമ്പര്യമാണ് എന്ന ചില പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. ഇത് ഭാരതത്തിലൊട്ടാകെ ഉള്ളതാണോ? അതല്ലതാനും. ഹൈന്ദവർ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ. അവിടെയൊന്നുമില്ലാത്ത രാമായണം ഉത്ഭവിച്ചു എന്ന് പറയുന്ന ഗോദാവരിയുടെ തീരത്തോ അല്ലെങ്കിൽ യമുനയുടെയും ഗംഗയുടെയും ആര്യാവർത്തത്തിന്റെയും സ്വാധീന മേഖലകളിലോ ഒന്നുമില്ലാത്ത രീതിയിൽ കേരളത്തിൽ ഇത് വന്നതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു കാരണമുണ്ടാകാം. കാരണം ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പരിശോധിച്ചാൽ വളരെ ബലിഷ്ഠമായ ഒരു അടിത്തറ നമുക്കതിന് കണ്ടെത്താനായിട്ട് സാധിക്കണം. അങ്ങനെ ഉള്ളൊരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ എന്താണ് പഞ്ഞമാസം എന്നതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് എന്നെ എത്തിച്ചത്. ഞാനത് 1-2 വർഷമായി ഈ ഒരു ആശയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ഞമാസം എന്ന് പറഞ്ഞാൽ അത് പട്ടിണിയുടെ മാസമാണോ? പഞ്ഞം എന്നതിന് ഇല്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി എന്നൊക്കെ അർത്ഥമുണ്ട്. അതെങ്ങനെ വന്നു? ഇത് മനസ്സിലാക്കണമെങ്കിൽ പഞ്ഞ എന്ന പദത്തിന് ബുദ്ധമതവുമായിട്ടുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധമതത്തിന്റെ ഭാഷയായ പാലിയിലെ ഒരു വാക്കാണ് പഞ്ഞ. ആ പഞ്ഞ എന്നത് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന പ്രജ്ഞ, ഇംഗ്ലീഷിൽ അതിന് വിസ്ഡം എന്ന് പറയാം. പ്രജ്ഞ
എന്ന വാക്കിന്റെ, സംസ്കൃത വാക്കിന്റെ പാലി പദമാണ് പഞ്ഞ എന്ന് പറയുന്നത്. കേരളത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ 8-9 നൂറ്റാണ്ടുകൾ അതിശക്തമായി നിലനിന്ന ഒരു മതമാണ് ബുദ്ധമതം. ബ്രാഹ്മണ മതമായ, പിന്നീട് ഹൈന്ദവ മതം എന്ന പേരിൽ അറിയപ്പെട്ട ബ്രാഹ്മണ മതത്തിന്റെ അധിനിവേശം, ആധിപത്യം കേരളത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഏറ്റവും പ്രബലമായിരുന്ന മതം ബുദ്ധമതമാണ്. ആ ബുദ്ധമതത്തിന്റെ സ്വാധീനം ഒട്ടേറെ ഘടകങ്ങളിൽ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്ന ബുദ്ധഭിക്ഷുക്കൾ, അവരെ അനുസരിച്ചിരുന്ന രാജപ്രമുഖർ, അവരുടെ അനുയായികളായിരുന്ന ഗൃഹസ്ഥന്മാർ, അങ്ങനെ ഒട്ടേറെ ബുദ്ധമത സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്, ബുദ്ധമത പ്രദേശമാണ് കേരളം. ഈ ബുദ്ധമതക്കാർ ഇന്നും, ബുദ്ധമതത്തിന് പ്രാമാണ്യമുള്ള പ്രദേശങ്ങളിൽ ഇന്നും വർഷകാലത്ത് വസ്സ എന്ന പേരിൽ ആചരിക്കുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കേരളത്തിലും നടന്നിരിക്കണം. ഈ വസ്സ, വർഷകാലത്ത് ഇവരുടെ റിട്രീറ്റ്, അല്ലെങ്കിൽ അവർ മറ്റെല്ലാ പ്രവൃത്തികളിൽ നിന്നും മാറി വിഹാരങ്ങളിലോ അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാർ വീടുകളിലോ ഒക്കെ ഒതുങ്ങിയിരുന്ന് വർഷകാലത്തെ ഈ മഴയുടെയും തണുപ്പിന്റെയും ഇല്ലായ്മയുടെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ വീടുകളിൽ ഒതുങ്ങിക്കഴിയുകയാണ്. പൊതുവെ ബുദ്ധഭിക്ഷുക്കൾ സഞ്ചാരികളാണ്. പലപ്പോഴും സാർത്ഥവാഹക സംഘങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ബുദ്ധഭിക്ഷുക്കളെ കുറിച്ച് നമ്മൾ കേട്ട് കാണും. അങ്ങനെയാണ് അവർ കേരളത്തിലൊക്കെ എത്തിപ്പെടുന്നത്. ഈ സഞ്ചാരികളായ ഭിക്ഷുക്കൾ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. അവർ പ്രജ്ഞ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവൃത്തികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റു പ്രദേശങ്ങളിലൊക്കെ ബുദ്ധമതക്കാർ ഇപ്പോൾ ജൂലൈ മാസം മുതൽ തുടർച്ചയായി 3 മാസമാണ് അവരത് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ ബുദ്ധമതം പ്രബലമായിരുന്ന സമയത്ത് അത് ആചരിച്ച് കാണണം. അതിനൊരു തുടർച്ചയാണ് ഈ മാസത്തെ, കർക്കിടക മാസത്തെ പഞ്ഞമാസമായി മാറ്റിത്തീർത്തത് എന്ന് നമുക്ക് ഊഹിക്കാം. പഞ്ഞക്കോലം, പഞ്ഞപ്പാട്ട്, പഞ്ഞക്കാരൻ തുടങ്ങിയ പ്രയോഗങ്ങൾ ശബ്ദധാരാവലി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പഞ്ഞക്കോലം എന്ന് പറഞ്ഞാൽ ദരിദ്രവേഷമാണ്. പഞ്ഞപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഇരപ്പാളിപ്പാട്ട്. പഞ്ഞക്കാരൻ എന്ന് പറഞ്ഞാൽ യാചകൻ അല്ലെങ്കിൽ തെണ്ടി എന്ന വാക്കാണ്. തെണ്ടി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദണ്ഡുമായി യാചിച്ച് കിട്ടിയതുകൊണ്ട് ജീവിച്ചവരാണ് തെണ്ടികളെന്ന് പിന്നീട് അപവദിക്കപ്പെട്ടത്. ഈ പ്രയോഗം, തെണ്ടി എന്ന പ്രയോഗത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് മലയാളത്തിലെ പിച്ചക്കാരൻ എന്ന് പറയുന്നത്. ആരാ പിച്ചക്കാരൻ? ഭിക്ഷയെടുക്കുന്നവനാണ് പിച്ചക്കാരൻ. ഭിക്ഷുവിനെ വിളിക്കുകയാണ് പിച്ചക്കാരൻ. ഇത് രണ്ടും ബുദ്ധഭിക്ഷുക്കളുടെ അവരുടെ പ്രവൃത്തിയെ പിന്നീട് അപവദിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണാധിപത്യം ചമച്ച വാക്കുകളാണ്. ദണ്ഡുമേന്തി നടക്കുന്നവരായ ബുദ്ധഭിക്ഷുക്കൾ, ഭിക്ഷയായി ജീവിക്കുന്നവരായ ബുദ്ധഭിക്ഷുക്കൾ. എന്താ അവർ ഭിക്ഷയെടുക്കുന്നത്? അതാ മതത്തിന്റെ ഒരു ആചരണമാണ്, ആ മതത്തിന്റെ ഒരു വിശുദ്ധിയുടെ അടയാളമാണ്. ഭിക്ഷുക്കളായി ജീവിക്കുന്ന ആളുകൾ അവർക്ക് ആവശ്യമുള്ളത് ഗൃഹസ്ഥന്മാരിൽ നിന്ന് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് സ്വീകരിച്ച് കിട്ടിയത് കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഭിക്ഷുക്കൾ. അതൊരു ത്യാഗത്തിന്റെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ. അവരെ കളിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ് ഈ തെണ്ടി എന്ന വാക്കും പിച്ചക്കാരൻ എന്ന വാക്കും. പിന്നീട് അവരെ തന്നെ പഞ്ഞക്കാർ എന്ന് പറഞ്ഞു കാണുന്നു. കാരണം പ്രജ്ഞ വർദ്ധിപ്പിക്കുന്ന, പ്രജ്ഞ എന്ന് പറയുന്ന ആശയം പ്രബലമായി കൊണ്ടു നടക്കുന്നതായ ഈ ബുദ്ധമതക്കാരെ കളിയാക്കുന്നതിന് വേണ്ടി അവരെ പഞ്ഞക്കാരെന്ന് വിളിച്ചു കാണും. ഇല്ലായ്മ, ദരിദ്രവാസികൾ എന്ന് വിളിച്ചു കാണും.
അതാണ് പഞ്ഞക്കാർ എന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള വരുന്നത്. ആ പഞ്ഞക്കാർ കർക്കിടക മാസത്തിൽ ഒരുപക്ഷെ മുൻപ് ഇന്ന് ബുദ്ധമത പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ 3 മാസം കേരളത്തിലും ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് 1 മാസമായിട്ട് പിന്നീട് ചുരുങ്ങിയതാവാം. അവർ ഈ കാലഘട്ടത്തിൽ ധർമ്മപദവും ത്രിപിടകങ്ങളും അടക്കമുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങൾ മനനം ചെയ്യുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു പോന്നിരിക്കണം. അങ്ങനെയാണ് ഒരു കാലഘട്ടം, ഒരു മാസം ഈ പഞ്ഞമാസം എന്ന പേരിൽ അറിയപ്പെട്ടത്. പക്ഷെ വളരെ ശക്തമായ രീതിയിൽ ബുദ്ധമതക്കാരെ കേരളത്തിൽ അടിച്ചമർത്തി. നമ്മൾ വിചാരിക്കുന്ന പോലെ ശങ്കരാചാര്യർ അഹിംസാവാദിയായ ഒരാളായിരുന്നില്ല. വളരെ ഹിംസാത്മകമായ രീതിയിൽ തന്നെ ബ്രാഹ്മണമതം അതിൻ്റെ രഥയാത്രയ്ക്കിടയിൽ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ശ്രമണ മതങ്ങളുടെ ആകെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ശ്രമണ മതങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വളരെ ഹിംസാത്മകമായ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദണ്ഡുമേന്തി നടക്കുന്നവരായ ബുദ്ധഭിക്ഷുക്കൾ, ഭിക്ഷയായി ജീവിക്കുന്നവരായ ബുദ്ധഭിക്ഷുക്കൾ. എന്താ അവർ ഭിക്ഷയെടുക്കുന്നത്? അതാ മതത്തിന്റെ ഒരു ആചരണമാണ്, ആ മതത്തിന്റെ ഒരു വിശുദ്ധിയുടെ അടയാളമാണ്. ഭിക്ഷുക്കളായി ജീവിക്കുന്ന ആളുകൾ അവർക്ക് ആവശ്യമുള്ളത് ഗൃഹസ്ഥന്മാരിൽ നിന്ന് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് സ്വീകരിച്ച് കിട്ടിയത് കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഭിക്ഷുക്കൾ. അതൊരു ത്യാഗത്തിന്റെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ. അവരെ കളിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ് ഈ തെണ്ടി എന്ന വാക്കും പിച്ചക്കാരൻ എന്ന വാക്കും. പിന്നീട് അവരെ തന്നെ പഞ്ഞക്കാർ എന്ന് പറഞ്ഞു കാണുന്നു. കാരണം പ്രജ്ഞ വർദ്ധിപ്പിക്കുന്ന, പ്രജ്ഞ എന്ന് പറയുന്ന ആശയം പ്രബലമായി കൊണ്ടു നടക്കുന്നതായ ഈ ബുദ്ധമതക്കാരെ കളിയാക്കുന്നതിന് വേണ്ടി അവരെ പഞ്ഞക്കാരെന്ന് വിളിച്ചു കാണും. ഇല്ലായ്മ ദരിദ്രവാസികൾ എന്ന് വിളിച്ചു കാണും. അതാണ് പഞ്ഞക്കാർ എന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള വരുന്നത്. ആ പഞ്ഞക്കാർ കർക്കിടക മാസത്തിൽ ഒരുപക്ഷെ മുൻപ് ഇന്ന് ബുദ്ധമത പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ 3 മാസം കേരളത്തിലും ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് 1 മാസമായിട്ട് പിന്നീട് ചുരുങ്ങിയതാവാം. അവർ ഈ കാലഘട്ടത്തിൽ ധർമ്മപദവും ത്രിപിടകങ്ങളും അടക്കമുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങൾ മനനം ചെയ്യുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു പോന്നിരിക്കണം. അങ്ങനെയാണ് ഒരു കാലഘട്ടം, ഒരു മാസം ഈ പഞ്ഞമാസം എന്ന പേരിൽ അറിയപ്പെട്ടത്. പക്ഷെ വളരെ ശക്തമായ രീതിയിൽ ബുദ്ധമതക്കാരെ കേരളത്തിൽ അടിച്ചമർത്തി. നമ്മൾ വിചാരിക്കുന്ന പോലെ ശങ്കരാചാര്യർ അഹിംസാവാദിയായ ഒരാളായിരുന്നില്ല. വളരെ ഹിംസാത്മകമായ രീതിയിൽ തന്നെ ബ്രാഹ്മണമതം അതിൻ്റെ രഥയാത്രയ്ക്കിടയിൽ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ശ്രമണ മതങ്ങളുടെ ആകെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ശ്രമണ മതങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വളരെ ഹിംസാത്മകമായ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാവേരി നദിയുടെ തീരത്ത് കുന്നങ്ങളിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ശ്രമണ സന്യാസികളുടെ ചിത്രം വിദേശ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഈ ശൂലം പിന്നെ നാവിൽ കുത്തിക്കയറ്റിയും ശൂലത്തിൽ തറച്ചും ഒക്കെ കിടക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ കല്ലുകളിൽ ആലേഖനം ചെയ്ത് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നാവരിഞ്ഞിട്ടായാലും കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ടായാലും അംഗവിച്ഛേദം വരുത്തിയിട്ടായാലും ഒക്കെ ഇവരെ നശിപ്പിച്ചതിൻ്റെ ചരിത്ര രേഖകൾ ഇന്ന് ലഭ്യമാണ്. രാജാക്കന്മാരെ സ്വാധീനിച്ച് ബ്രാഹ്മണർ, അപ്പോഴേക്കും ബുദ്ധമതത്തിന്റെ സ്വാധീനമെല്ലാം രാജാക്കന്മാരിൽ നിന്ന് വിട്ടുപോയിരുന്നു. അങ്ങനെ നടത്തിയ തേരോട്ടത്തിൽ ഒരു വലിയ വിജയമാണല്ലോ ശബരിമലയിലെ ശാസ്താവിൻ്റെ സ്ഥാനത്ത് അയ്യപ്പൻ കയറി വന്നത്.
അവലോകിതേശൻ എന്ന് പറയുന്ന ബുദ്ധന്റെ താവളമായിരുന്നു യഥാർത്ഥത്തിൽ ശബരിമല. അതിനെക്കുറിച്ചൊക്കെ ധാരാളം ലേഖനങ്ങൾ ഇന്ന് മലയാളത്തിൽ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അങ്ങനെ ബ്രാഹ്മണവധം വ്യാപകമായതോടുകൂടി ബുദ്ധമത ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനോ അതിന്റെ ചടങ്ങുകൾ നടത്തുന്നതിനോ ഒക്കെ വിലക്കുകൾ വന്നു കാണണം. രാജാക്കന്മാർ ബ്രാഹ്മണരുടെ ഉപദേശമനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറി, ചാതുർവർണ്ണ്യം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി. ചാതുർവർണ്ണ്യം നടപ്പിലായി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും ക്ഷത്രിയന്മാരുടെ ചുമതല ബ്രാഹ്മണരെ അനുസരിക്കുക എന്നുള്ളതായി. അതിന് അവരുടെ ഭാഗത്ത് നിന്ന് ബുദ്ധമത ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിനും അത്ര ചടങ്ങുകൾ നടത്തുന്നതിനുമൊക്കെ വലിയ എതിർപ്പുകൾ നേരിട്ട് കാണണം. പിന്നീട് ഇതിനൊരു അയവ് വരുന്ന ഒരു പക്ഷേ എഴുത്തച്ഛന്റെ കാലഘട്ടത്തിലാകണം. എഴുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു ജാതി കേരളത്തിലുണ്ടല്ലോ. ആന്ധ്ര പ്രദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വന്ന എഴുത്താര്യന്മാർ, ഇപ്പൊ പട്ടാര്യന്മാർ എന്നൊരു പദമുണ്ട്. പട്ടാര്യന്മാർ പട്ട് വിൽക്കുന്ന ബുദ്ധമതക്കാരായ ആളുകളാണ് ഈ പട്ടാര്യന്മാർ. പിന്നീട് അവർ പട്ടർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ പട്ടാര്യന്മാർ എന്ന പോലെ തന്നെ ഒരു വിഭാഗമാണ് എഴുത്താര്യന്മാർ എന്ന് പറയും. ആന്ധ്രാപ്രദേശത്ത് നിന്ന് പല കാലങ്ങളിലായി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ഈ എഴുത്താര്യന്മാർ കേരളത്തിൽ ഉടനീളമുള്ള എഴുത്തുപള്ളികളുടെയും പള്ളിക്കൂടങ്ങളിലെയും അധിപന്മാരായിരുന്ന ബുദ്ധമതം അനുസരിക്കുന്ന ആളുകളായിരുന്നു. ഈ പള്ളി എന്ന് പറയുന്ന വാക്ക് തന്നെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതല്ല. ഇന്ന് ഹൈന്ദവ മതത്തിന്റെ ആധിപത്യം വന്നതോടുകൂടി, ബ്രാഹ്മണാധിപത്യം വന്നതോടുകൂടി പള്ളി എന്ന വാക്ക് ഹൈന്ദവേതരമായ ജനതയുടെ ആരാധനാലയങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അന്ന് ബുദ്ധമതം ഹൈന്ദവേതരമാണ്. ധാരാളം ആളുകൾ ക്രിസ്ത്യൻ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും മാറി. അതുകൊണ്ടാണ് ഇന്ന് പള്ളി എന്ന വാക്ക് അവിടെ നിൽക്കുന്നത്. പള്ളിക്കൂടങ്ങളും എഴുത്തുപള്ളികളും ഒക്കെ നടത്തിയിരുന്ന ഈ എഴുത്തച്ഛന്മാർ, അവരിൽപ്പെട്ട ഒരാളാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഒരുപക്ഷെ ശൂദ്രന്മാരിൽ മുകളിലുള്ള ഒരു സ്ഥാനം അവർക്കുണ്ടായിരുന്നിരിക്കണം. മെഗസ്തനീസ് എന്ന യവന സഞ്ചാരി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ശ്രമണന്മാരായ ആളുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അന്ന് ബ്രാഹ്മണരെക്കാൾ ശ്രമണന്മാർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് എഴുതിയത്. ഈ ഭിക്ഷുക്കളായിട്ടുള്ള ജൈന ബുദ്ധ മതത്തിൽപ്പെട്ട ആളുകളെയാണ് പ്രധാനമായിട്ടും അന്ന് അടയാളപ്പെടുത്തിയത്. അപ്പോൾ അവർക്ക് മാന്യമായൊരു സ്ഥാനം സമൂഹത്തിലുണ്ടായിരുന്നു. എഴുത്ത് പഠിപ്പിക്കുന്നവരായിരുന്നു. അവരുടെ സംസ്കൃതവും പഠിപ്പിച്ചിരുന്നു, പാലി ഭാഷയും പഠിപ്പിച്ചിരുന്നു. അതത് പ്രാദേശിക ഭാഷകളും അവർക്കറിയാമായിരുന്നു. 15-16 നൂറ്റാണ്ടിൽ ഇന്ത്യയാകമാനം അലയടിച്ചുയർന്ന ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് എഴുത്തച്ഛൻ യഥാർത്ഥത്തിൽ അധ്യാത്മരാമായണം എഴുതുന്നത്. വാൽമീകി രാമായണത്തിന്റെ പരിഭാഷയല്ല അധ്യാത്മരാമായണം. മറിച്ച് സംസ്കൃതത്തിൽ തന്നെ 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഭക്തികാവ്യമായ അധ്യാത്മരാമായണത്തിന്റെ അതാണ് മൂലം. അതിനെ ഉപജീവിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ മലയാളത്തിൽ അധ്യാത്മരാമായണം എഴുതുന്നത്. വെറും മനുഷ്യനായി കണക്കാക്കി പോരുന്ന വാൽമീകി രാമായണത്തിലെ രാമനെ ദൈവമാക്കി മാറ്റുന്നതിൽ യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഭക്തി എന്ന് പറയുന്ന ആശയം രാമനിലൂടെ അവതരിപ്പിക്കുന്നത് എഴുത്തച്ഛനാണ്. അധ്യാത്മരാമായണത്തിലെ രാമൻ നാം സാധാരണ രീതിയിൽ വിചാരിക്കുന്ന ദൈവമല്ല, മറിച്ച് അത് ഉപനിഷത്ത് സങ്കല്പമായ ബ്രഹ്മം തന്നെയാണ്. അറിവ്, ബ്രഹ്മം, ആത്മാവ് എന്നൊക്കെ പറയുന്ന അദ്വൈത ചിന്തയുടെ ഭാഗമായിട്ട് വരുന്ന ഒരാശയം ആണ് ഈ രാമനിലൂടെ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത്. ആ ആശയത്തിൽ മനുഷ്യരെല്ലാവരും
ഒന്നുപോലെയാണ്. അവിടെ ജാതി വ്യത്യാസമില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ വേർതിരിവില്ലാത്തതാണ്. ആ വേർതിരിവില്ലാത്ത മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാകണം, പ്രത്യേകിച്ചും ശൂദ്രനായ ഒരാളിൽ നിന്നുണ്ടായ ഒരു കൃതി ആയതുകൊണ്ടാകണം പിന്നീട് വീടുകളിൽ, പ്രത്യേകിച്ച് അവർണരായിട്ടുള്ള ശൂദ്രന്മാരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ അധ്യാത്മരാമായണം വായിക്കാൻ തുടങ്ങിയത് എന്ന് നാം കണക്കാക്കണം. കാരണം അധ്യാത്മരാമായണം കേരളത്തിലെ സവർണരല്ല വായിച്ചിരുന്നത്, ഉയർന്ന ജാതിക്കാരല്ല വായിച്ചിരുന്നത്. അതിന്റെ സ്വീകാര്യത ശൂദ്രന്മാരിലും താഴെത്തട്ടിലുള്ള അവർണരിലുമായി. വള്ളത്തോളിന്റെ ഒരു തോണിയാത്ര എന്ന് പറയുന്ന അതിപ്രശസ്തമായ ഒരു കൃതിയുണ്ടല്ലോ. ആ കൃതി യാത്രാവേളയിൽ തോണി തുഴയുന്ന വേട്ടുവന്മാരിൽ ഒരാൾ കവിയുടെ അനുവാദം വാങ്ങി രാമായണം വായിക്കാൻ തുനിഞ്ഞതിനെ കുറിച്ചാണ്. കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവോ തുഞ്ചത്തുളവായ ഒരാചാര്യൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കൃതിയിൽ അക്ഷര വ്യക്തിയൊന്നുമില്ലാതെ താളവും ഈണവും ഒന്നുമില്ലാതെ അത് ചൊല്ലിക്കേട്ടപ്പോൾ ആനന്ദലബ്ധിക്കിന് എന്തു വേണം എന്ന് ചോദിച്ചത് മലയാളത്തിന്റെ മഹാകവിയായ വള്ളത്തോളാണ്. 100 വർഷം മുൻപ് എഴുതിയ ആ കവിതയിൽ തന്നെ ഈ വേട്ടുവനിലൂടെ അവർണജാതിക്കാരായ ആളുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അധ്യാത്മരാമായണത്തെക്കുറിച്ചുള്ള സൂചനയാണ് കാവ്യം സുഖേയം കഥ രാഘവീയം എന്ന പരാമർശത്തിലൂടെ വള്ളത്തോൾ നടത്തുന്നത്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ബുദ്ധമതത്തിന് ഇത്രമാത്രം സ്വാധീനം കേരളത്തിൽ ചെലുത്താൻ സാധിച്ചിരുന്നോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, എന്തുകൊണ്ടാണ് അധ്യാത്മരാമായണത്തിന് ഇത്രയേറെ ജനപ്രിയത്വം ലഭ്യമായത്? വാൽമീകി രാമായണത്തെക്കാൾ അധ്യാത്മരാമായണം എന്തുകൊണ്ട് കേരളീയർ വായിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തു? ഈ 2 ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി അടുത്ത എപ്പിസോഡ് ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അപ്പോൾ തീർച്ചയായും രാമായണ വർത്തമാനങ്ങളുമായി അടുത്ത ദിവസം കാണാം. രാമായണ മാസ ആശംസകൾ. നമസ്കാരം.